ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റുകളെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റായി കൺവേർട്ട് ചെയ്യാനുള്ള പുതിയ മാർഗനിർദ്ദേശം RBI ഇറക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി FDIയും FPIയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ് RBI ഇറക്കിയിട്ടുള്ള പുതിയ മാനദണ്ഡം എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൽക്കം ടു അവർ ചാനൽ ദി കോച്ചിങ് ഗൈഡ്. സോ ആദ്യം തന്നെ എന്താണ് FDI എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. FDI എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫോറിനർ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ FDI എന്ന് വിളിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഉദ്ദേശിച്ചത് ഇവരെന്തിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് ഫിസിക്കൽ അസറ്റിൽ തന്നെ എന്ത് ചെയ്യും? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതായിരിക്കും. അതായത് ആ കമ്പനിയുടെ മാനേജ്മെന്റ് ആൻഡ് കൺട്രോളിൽ ഈ FDI ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു റോൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കമ്പനിയുടെ പാർട്ണറായി മാറുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ കാര്യത്തിലും ഡേ ടു ഡേ റണ്ണിങ്ങിന്റെ കാര്യത്തിലും നിങ്ങൾക്കൊരു സേ ഉണ്ടാവും, അല്ലെ? നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും. ഈ ഒപ്പീനിയൻ പോലെ തന്നെയായിരിക്കും FDI ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും അങ്ങനെ ഒരു റോള് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കീഴിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും പോയി അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് രണ്ട് റൂട്ടുകളാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന് ഓട്ടോമാറ്റിക് റൂട്ടും, രണ്ട് ഗവൺമെന്റ് അപ്രൂവൽ റൂട്ടും. ഈ ഓട്ടോമാറ്റിക് റൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് ഇന്ത്യയിൽ ഈ പറയുന്ന ഓട്ടോമാറ്റിക് റൂട്ടിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള സെക്ടേഴ്സിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ആ പർട്ടിക്കുലർ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റൂട്ടിൽ ഉള്ള സെക്ടേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന്റെ പെർമിഷൻ ആവശ്യമില്ല എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ ഗവൺമെന്റ് റൂട്ടിലാണ് ഒരു പർട്ടിക്കുലർ സെക്ടറിനെ ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ആ പർട്ടിക്കുലർ സെക്ടറിലേക്ക് ഒരു ഫോറിൻ ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവൽ നിർബന്ധമാണ്. അതായത് ഗവൺമെന്റില് ആപ്ലിക്കേഷൻസ് അയച്ച് ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കമ്പനിയിലേക്ക് ആ ഫോറിൻ ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. ഇതിന് ഓരോ സെക്ടറും ഗവൺമെന്റിന്റെ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നോ ആ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ പർട്ടിക്കുലർ FDIക്കുള്ള ക്ലിയറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ FDIകളെ 3 കാറ്റഗറികളായിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയും. 100% ഓട്ടോമാറ്റിക് റൂട്ടിൽ അപ്രൂവൽ ആയിട്ടുള്ള FDIകൾ, അതേപോലെ തന്നെ 100% വരെ ഗവൺമെന്റ് അപ്രൂവലോട് കൂടിയിട്ടുള്ള FDIകൾ, അതുപോലെ തന്നെ 100% വരെ ഗവൺമെന്റ് അപ്രൂവലും ഓട്ടോമാറ്റിക് റൂട്ടിന്റെയും മിക്സ്ഡ് ആയിട്ട് വരുന്ന FDIകളാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ ഓട്ടോമാറ്റിക് റൂട്ടിൽ നമുക്ക് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ടേഴ്സ് ആണ് ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽ, പെൻഷൻ സെക്ടർ അപ് ടു 49%, അതല്ലെങ്കിൽ സിംഗിൾ ബ്രാൻഡ് റീറ്റെയിലിംഗ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഗവൺമെന്റിന്റെ അപ്രൂവൽ നിർബന്ധമായി വേണ്ടി വരുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളാണ് മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്നവ. ഇത്തരത്തിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ ഗവൺമെന്റ് ഓട്ടോമാറ്റിക് റൂട്ടായിട്ടും ഗവൺമെന്റ് റൂട്ടായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കെ തന്നെ ചില സെക്ടേഴ്സിൽ ഗവൺമെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ചിറ്റ് ഫണ്ടുകൾ, നിധി കമ്പനികൾ, സിഗരറ്റ് മാനുഫാക്ചറിംഗ് തുടങ്ങിയവയൊക്കെ. ഇനി FDI പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഡൊമസ്റ്റിക് കമ്പനിയുടെ ഫിനാൻഷ്യൽ അസറ്റിലേക്കാണ്. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, ബോൺസ് ആവാം. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. FPIയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫോറിൻ ഇൻവെസ്റ്ററിന് ആ ഡൊമസ്റ്റിക് കമ്പനിയുടെ മാനേജ്മെന്റ് ആൻഡ് കൺട്രോളിൽ ഡയറക്റ്റ് ആയിട്ട് യാതൊരുവിധ റോളും ലഭിക്കില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് വോട്ട് ഉള്ളതുപോലെ തന്നെ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ FDI പോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കൺട്രോൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഈ അടുത്ത് വന്ന ന്യൂസാണ്, RBI FPIകളെ FDI ആയിട്ട് റീക്ലാസിഫൈ ചെയ്യാൻ പുതിയ ഒരു ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുകൾ റെഗുലേറ്റ് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റൂൾസ് 2019 കീഴിലാണ്. അത് പ്രകാരം ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ 10% ഇക്വിറ്റി ഷെയർസ് വരെ മാത്രമേ ആ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി പുതിയ റെഗുലേഷൻ പ്രകാരം പറയുന്നത് ഈ 10%ന്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് FDI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ FPIയിൽ നിന്നും FDIയിലേക്കുള്ള ഈ റീക്ലാസിഫിക്കേഷൻ, FPIയിലേക്കുള്ള ഈ ട്രേഡ് നടന്നതിന് ശേഷം വിത്തിൻ 5 days തന്നെ ഗവൺമെന്റ് അപ്രൂവലോട് കൂടിയിട്ട് ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററിന് അയാൾക്ക് എക്സസ് ആയിട്ടുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിലേക്ക് 22% ഷെയർസ് മേടിച്ചു എന്ന് വിചാരിക്കുക.
അങ്ങനെയെങ്കിൽ അതിൽ 10% വരെ എന്താണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടു. ഈ എക്സസ് ആയി വരുന്ന 12%നെ ഈ ഫോറിൻ ഇൻവെസ്റ്ററിന് വിത്തിൻ 5 days എന്ത് ചെയ്യാം, FD ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ത് ബാധകമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ FDയിൽ എന്തൊക്കെ റൂൾസ് ഉണ്ടോ ആ റൂൾസും റെഗുലേഷൻസും ഇവിടെയും ബാധകമാണ്. അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ടിലാണെങ്കിൽ അത് ഗവൺമെന്റ് അപ്രൂവൽ എടുത്ത് തന്നെ വേണം പോകാൻ. അതല്ല ഓട്ടോമാറ്റിക് റൂട്ടിലാണെങ്കിൽ ഗവൺമെന്റിന് ഈ റീക്ലാസിഫിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ മാത്രം കൊടുത്താൽ മതിയാകും. ഇനി പ്രൊഹിബിറ്റഡ് സെക്ടേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു കൺവേർഷൻ പോസിബിളുമല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. താങ്ക്